പത്തരമാറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ജലജ തന്നെ കേട്ടോ നമ്മുടെ നാഗേന്ദ്രന് 8ന്റെ പണി കൊടുക്കുന്നേ കേട്ടോ. അപ്പം നമ്മളെ മൂർത്തി മുത്തശ്ശനാണെങ്കിലും നാഗേന്ദ്രന്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എക്സിബിഷന് കൊണ്ട് വെക്കാനൊക്കെ വേണ്ടി കുറച്ച് സ്വർണ്ണമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മളെ നാഗേന്ദ്രൻ വീട്ടിൽ വരുന്ന സമയത്താണെങ്കിൽ ജലജയെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ജലജ പറയുന്നുണ്ട്, "ഓ, ഈ സ്വർണ്ണവും കാര്യങ്ങളെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ" എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാരാ ഈ കളക്ഷനൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇത് ഇവിടത്തേതല്ല. ഇത് നമ്മളെ മൂർത്തി അങ്കിളിന്റെ ഒരു ഫ്രണ്ട് വഴി ജർമ്മനിയിൽ നിന്ന് നമുക്ക് കിട്ടിയതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ കല്ലിനൊക്കെ തന്നെ ആണെങ്കിലും ഭയങ്കര വിലയാണ്. ഇത് ഇവിടെ ഉള്ളവർക്കൊന്നും ഇത് പണിയാനൊന്നും അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ജലജ ആണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് കുറച്ച് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന് ഇട്ടുകൊണ്ട് പോകാനൊക്കെ വേണ്ടി എനിക്ക് ഈ സ്വർണ്ണമൊക്കെ തരണേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അയ്യോ അതൊന്നും തരാൻ പറ്റത്തില്ല. ഇത് എക്സിബിഷന് വെക്കാനുള്ളതാ. ഇതൊന്നും തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ജലജ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു സ്വർണ്ണക്കട മുതലാളിയുടെ മോളും പിന്നെ ഒരു സ്വർണ്ണക്കട മുതലാളിയുടെ ഭാര്യയല്ലേ. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ എല്ലാം ഇട്ടോണ്ട് വരുന്ന പുതിയ പുതിയ കളക്ഷനാ. ഞാനാണെങ്കിൽ ഇട്ടോണ്ട് പോകുന്നതെല്ലാം പഴയ കളക്ഷൻസ് ഒക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ അതുമല്ല, ഞാൻ ഇട്ടോണ്ട് പോയി കഴിഞ്ഞാൽ ഈ കളക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം അവരൊക്കെ നമ്മളെ ജ്വല്ലറിന്ന് മേടിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ നാഗേന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞ ഓരോന്ന് പറഞ്ഞൊക്കെ നാഗേന്ദ്രന്റെ മനസ്സ് മാറ്റാനൊക്കെ നമ്മളെ ജലജ നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നാഗേന്ദ്രനാണെങ്കിലും ജലജയുടെ അടുത്ത് ഒന്നും പറയാതെയൊക്കെ ആണെങ്കിലും നാഗേന്ദ്രൻ ഇതുകൂടെ അലമാരയിലൊക്കെ കൊണ്ട് വെക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ നാഗേന്ദ്രനാണെങ്കിൽ ഈ സ്വർണ്ണങ്ങളെല്ലാം കൂടെ അലമാരയിൽ വെച്ചിട്ട് നേരെ ബാത്റൂമിലോട്ടൊക്കെ പോകുന്നുണ്ട്. ആ പോകുന്ന സമയത്താണെങ്കിലും നമ്മളെ ജലജയാണെങ്കിൽ ഫോൺ എടുത്തിട്ട് ഈ സ്വർണ്ണം എല്ലാം ഫോട്ടോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മൾ ആ ഒരു സ്വർണ്ണക്കട ഈ തട്ടാനുണ്ടല്ലോ, അവർക്കാണെങ്കിൽ ഇതൊക്കെ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ അടുത്ത് പറയുന്നുണ്ട്, അവരാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണമൊക്കെ പണിയുന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് ഈ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഈ മോഡലിൽ എനിക്ക് സ്വർണ്ണവും കാര്യങ്ങളൊക്കെ ചെയ്ത് തരണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ ജലജയാണെങ്കിൽ ആ ഒരു തട്ടാൻ്റെ അടുത്ത് പോയിട്ടാണെങ്കിൽ ഒരു മാല ഇത് കണക്ക് പണിഞ്ഞൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. കൊണ്ടുവന്നിട്ടാണെങ്കിൽ നമ്മളെ നാഗേന്ദ്രൻ വെച്ചിരിക്കുന്ന അവിടുന്ന് ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം വെച്ചിട്ട് ആ ഒറിജിനൽ മാല നമ്മളെ ജലജ അവിടുന്ന് എടുത്ത് മാറ്റിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നാഗേന്ദ്രനിട്ട് നമ്മള് നല്ലൊരു പണിയാണ് നമ്മളെ ജലജ കൊടുക്കുകയൊക്കെ ചെയ്തത് കേട്ടോ. അങ്ങനെ പിന്നെ ആണെങ്കിലും എക്സിബിഷന് പോകാൻ വേണ്ടി സമയമായപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ അവിടെ ജ്വല്ലറി വെച്ചിട്ടാണെങ്കിൽ നാഗേന്ദ്രന്റെ അടുത്ത് പറയുന്നുണ്ട്, സ്വർണ്ണം എടുത്തോണ്ട് വരാനൊക്കെ പറയുന്നുണ്ട് ട്ടോ. അങ്ങനെ നമ്മളെ നാഗേന്ദ്രനാണെങ്കിലും നമ്മളെ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞതനുസരിച്ച് സ്വർണ്ണമൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട് ട്ടോ. വരുന്ന സമയത്ത് നമ്മളെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, "ഇതെന്താ പറ്റി നാഗേന്ദ്ര, ഇപ്പം ഈ സ്വർണ്ണത്തിന്റെ ഒരു കളറ് പോയത് പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലോ. ഇതെന്താ സംഭവം?" എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. "ഇതിപ്പം ആണെങ്കില് നിന്റെ അടുത്തല്ലേ ഇരുന്നത്. ആ സമയത്തൊന്നും ഈ സ്വർണ്ണത്തിന് ഒരു കുഴപ്പവും പറ്റിയിട്ട് ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഇപ്പൊ എന്താ ഇതിന്റെ ഇങ്ങനെ കളർ ഒരു മങ്ങുന്ന മാതിരിയൊക്കെ തോന്നുന്നല്ലോ" എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മള് നാഗേന്ദ്രനാണെങ്കിൽ സംഭവം അറിയത്തില്ലല്ലോ. അപ്പൊ നാഗേന്ദ്രൻ പറയുന്നത്, "ഇല്ല അങ്കിളെ, അങ്കിള് തന്ന അതേപോലെ തന്നെ ഞാൻ സ്വർണ്ണം വീട്ടിൽ കൊണ്ട് ഞാൻ അലമാരയിൽ വെച്ചിരുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ." അപ്പോഴത്തേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, "പിന്നെ എങ്ങനെ ഇതിപ്പോ ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ" പറഞ്ഞിട്ട് മുത്തശ്ശനാണെങ്കിൽ ഒരു ഡൗട്ടൊക്കെ തോന്നിയിട്ടാണെങ്കിൽ മുത്തശ്ശനാണെങ്കിൽ അവിടുത്തെ ഒരു തട്ടാൻ്റെയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ മാറ്റം ഒന്ന് പരിശോധിച്ച് നോക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ അവര് സ്വർണ്ണമൊക്കെ ഇങ്ങനെ പരിശോധിക്കുന്നുണ്ട് കേട്ടോ. പരിശോധിക്കുന്ന സമയത്താണെങ്കിൽ അവർക്ക് തന്നെ ആകെ അത്ഭുതപ്പെടുന്നുണ്ട്. കാര്യം അതാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണമായിരുന്നു. അങ്ങനെ അവര് മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, "ഇതെന്തായാലും നമ്മളിവിടെ ചെയ്ത സ്വർണ്ണവും കാര്യങ്ങളും ഒന്നും അല്ല. അതുപോലെ ഇതാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ." ഇത് കേൾക്കുന്ന സമയത്താണെങ്കിൽ മുത്തശ്ശനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ നാഗേന്ദ്രന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, "നിന്റെ കയ്യിൽ ഞാൻ സ്വർണ്ണമല്ലേ തന്നത്, പിന്നെ ഇതിപ്പോ എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് നീയാണോ ചെയ്തതെന്നൊക്കെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ ചോദിച്ചിട്ടാണെങ്കിൽ നമ്മള് നാഗേന്ദ്രൻ ഒരുപാട് വഴക്ക് പറയും അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ട്, "മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ്ക്കോ, ആ കുടുംബത്തിൽ നിന്ന് തന്നെ നീ ഇറങ്ങിപ്പോയ്ക്കോണം" എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മുത്തശ്ശനാണെങ്കിൽ നാഗേന്ദ്രനെ ഒരുപാട് വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ ജലജ ചെയ്ത ആ ഒരു തെറ്റിനാണ് നമ്മളെ നാഗേന്ദ്രൻ പിന്നെ മൂർത്തി ആ കുടുംബത്തിൽ നിന്ന് തന്നെ അവരെ ഇറക്കി വിടുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ദേഷ്യമാണ് നമ്മളെ നാഗേന്ദ്രന് ഇപ്പോഴും നമ്മളെ ജലജയെടുത്ത് ഉള്ളതൊക്കെ. അതാണ് നമ്മളെ നാഗേന്ദ്രൻ ജലജയെടുത്ത് മാത്രം ക്ഷമിച്ചു കൊടുക്കാതെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.